ആർട്ടിസ്റ്റുകളെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ റിയലിസ്റ്റിക് പോർട്രേറ്റ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ബേസിക് കളറിങ് കൊടുക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? അപ്പോൾ നമ്മൾ നേരെ ഐബിസ് പെയിൻറ്റെക്സ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്കെച്ചിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഐ കാർഡിലും കൊടുക്കുന്നതാണ്. ഇപ്പോൾ ബേസിക് സ്കെച്ചിങ്ങിനെ കുറിച്ച്, അതായത് സ്കെച്ച് എങ്ങനെ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ എഡിറ്റ് ഞെക്കിയിട്ട് ഐബിസ് പെയിൻറ്റെക്സിലേക്ക് കടക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അടിപൊളിയായിട്ട് തന്നെ സ്കെച്ചുകളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് കളറിങ്ങിലേക്കാണ് പോകുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള കളർ എങ്ങനെ കൊടുക്കുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ലെയറിലേക്ക് പോവുക. അതിനുശേഷം നമ്മുടെ ഇമേജ് ഉള്ള ലെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അവിടുന്ന് ഐ ചിഹ്നത്തിൽ ഞെക്കിയിട്ട് നമ്മൾ അൺഹൈഡ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ 80% ആക്കി വെച്ചേക്ക് വരുന്നത് നമ്മൾ 100% ആക്കുന്നു. ഓക്കെ, അപ്പോൾ ബേസിക് കളറിങ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട കളറുകൾ നമ്മൾ പിക്ക് ചെയ്ത് ഒരു കളർ പാലറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബേസിക് കളറിങ് സാധാരണ കൊടുക്കുന്ന ഒരു മീഡിയം കളർ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അതിനുവേണ്ടി ഒരു ബ്രഷ് സെലക്ട് ചെയ്യണം. അപ്പോൾ പാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഹാർഡായിട്ടുള്ള ഒരു ബ്രഷ് സെലക്ട് ചെയ്യാണ്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഫെൽ ടിപ്പ് പെൻ ഹാർഡ് എന്ന് പറയുന്ന ബ്രഷാണ്. അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മുടെ സ്കെച്ച് എടുത്ത ലെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ സ്കെച്ച് എടുത്ത ലെയറിലാണ് നമ്മൾ കളർ പാലറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പടത്തിൽ നോക്കിയാൽ കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാം. അതായത് ഹൈലൈറ്റ്സ് വരുന്ന ഭാഗങ്ങളുണ്ട്, മൂക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ. അതുപോലെ ഡാർക്ക് ഷെയ്ഡ്സ് വരുന്ന നമ്മളെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലും കണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെ ഡാർക്ക് ഷെയ്ഡ്സ് വരുന്നുണ്ട്. അതുപോലെ വേറെ ഭാഗങ്ങളിൽ മീഡിയം ആയിട്ടുള്ള കളറുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് കളറിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏകദേശം ഒരു മീഡിയം ആയിട്ടുള്ള ഒരു കളറാണ്. അതായത് അധികം ഡാർക്കും അല്ല അധികം ലൈറ്റും അല്ലാത്തൊരു കളർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൻസ് പിക്ചറിൽ എവിടെയാണോ അങ്ങനെ ഒരു മീഡിയം കളർ നിങ്ങൾ കാണുന്നത് അവിടെ നിന്ന് നിങ്ങൾ ആ കളർ സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾ കളർ പിക്ക് ചെയ്യുക. കളർ പിക്ക് ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ നേരത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് സ്ക്രീനിലൊന്ന് ഹോൾഡ് ചെയ്താൽ മതി. ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഭാഗത്ത് നിങ്ങൾ ഒന്ന് ഞെക്കി ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് ക്വിക്ക് ഐ ഡ്രോപ്പർ അവിടെ വരും. അങ്ങനെ നമുക്ക് കളർ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് എനിക്ക് കണ്ണിൻ്റെ അവിടെ നിന്നും അല്ലെങ്കിൽ മൂക്കിൻ്റെ അവിടെ നിന്നോ നെറ്റിൻ്റെ അവിടെ നിന്നൊക്കെ എനിക്ക് ഒരു മീഡിയം ആയിട്ടുള്ള കളർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ കളർ ഞാൻ ക്വിക്ക് ഐ ഡ്രോപ്പർ വെച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്യാൻവാസിൻ്റെ ഒരു സൈഡിലായിട്ട് അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കുക. നമ്മൾ ബ്രഷിൻ്റെ സൈസ് എത്ര എടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും ആ ടാപ്പ് ചെയ്യുമ്പോൾ ആ വട്ടം വരിക. നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുക. അതേപോലെ തന്നെ കണ്ണിൻ്റെ അവിടെ നിന്ന് ഡാർക്കായിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കുന്നു. അതേപോലെ തന്നെ നെറ്റിൻ്റെ അവിടെ നിന്നും ഒരു കളർ വേറൊരു കളറാണ്. ആ കളറും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ആ ക്യാൻവാസിൻ്റെ സൈഡിലായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് വെക്കുന്നു. അതേപോലെ തന്നെ നെറ്റിയുടെ ആ ഭാഗങ്ങളിലൊക്കെ വേറെ വേറെ കളറുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കളറുകളൊക്കെ നിങ്ങൾ ഈ രീതിയിൽ ക്വിക്ക് ഐ ഡ്രോപ്പർ വെച്ച് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കളർ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് ക്യാൻവാസിൻ്റെ സൈഡിലായിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് വെക്കുക. അതേപോലെ മൂക്കിൻ്റെ ആ ഭാഗങ്ങളിൽ നിന്ന് ഹൈലൈറ്റ്സ് വരുന്ന കളറുകളൊന്ന് സെലക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ സൈഡിലേക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്ത് വെക്കുന്നു. അതേപോലെ തന്നെ കഴുത്തിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള കളറുകളാണ് വരുന്നത്. അതും ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അത് ജസ്റ്റ് ക്യാൻവാസിൻ്റെ സൈഡിൽ നേരത്തെ ഇതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ നമ്മൾ സ്കിന്നിൻ്റെ കളർ പാലറ്റ്സ് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര എളുപ്പമാണ് കളർ പാലറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഹെയറിൻ്റെ കളർ പാലറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഹെയറിൻ്റെ ക്രിയേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു കളർ മാത്രം നമുക്ക് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഗ്രേ പോലത്തെ ഒരു കളറായിരിക്കും എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത്. അപ്പോൾ അത് മാത്രം ഞാനൊന്ന് സെലക്ട് ചെയ്തിട്ട് ക്യാൻവാസിൻ്റെ വേറൊരു സൈഡിലായിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ സ്കിന്നിൻ്റെയും കഴിഞ്ഞു, ഹെയറിൻ്റെയും കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ കളർ പാലറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബേസായിട്ട് വരുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു നീല കളറാണ്. അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ ഒരു സൈഡിലേക്ക് വെക്കുന്നു. അതിനുശേഷം അതിൻ്റെ ആ ഡിസൈൻ വരുന്ന ഒരു വയലറ്റ് പോലത്തെ ഒരു കളറാണ്. ആ കളർ ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നു. ക്യാൻവാസിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കുന്നു. അവസാനമായിട്ട് ഒരു വെള്ള പോലത്തെ ഒരു പിങ്ക് പോലത്തെ ഒരു കളറാണ്. ആ കളറും ഒന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതൊന്ന് ക്യാൻവാസിൻ്റെ സൈഡിലായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഷാഡോസിൻ്റെ ഒക്കെ ഡാർക്ക് കളറും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക്
ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണിൻ്റെ നിങ്ങൾക്ക് എടുക്കാം. കണ്ണിൻ്റെ കൃഷ്ണമണീൻ്റെ ഒക്കെ ഷെയ്ഡ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ പാലറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ലിപ്സിൻ്റെ പാലറ്റ്സ് ഉറപ്പായിട്ടും ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇവിടെ അപ്പർ ലിപ്സ് എനിക്ക് വരുന്ന കുറച്ച് നല്ല ഡാർക്കായിട്ടുള്ള കളറാണ്. അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ക്യാൻവാസിൻ്റെ വേറൊരു സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കുന്നു. അതേപോലെ അടിയിലത്തെ ലിപ്സ് കുറച്ചുകൂടെ ലൈറ്റ് കളറാണ് വരുന്നത്. അതിൻ്റെ ഓരോ ഷെയ്ഡ്സും ഞാൻ അതേപോലെ തന്നെ പാലറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഹൈലൈറ്റ്സും ഒക്കെ ആ കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് പാലറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പാലറ്റ്സ് നമ്മൾ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കെച്ചുള്ള ലെയറിൽ തന്നെയാണ് പാലറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാലറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷെയ്ഡ്സും ബേസിക് കളറിങ്ങും ഹൈലൈറ്റ്സും ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ബേസ് കളർ എങ്ങനെ കൊടുക്കാമെന്നുള്ള കാര്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നമ്മുടെ സ്കിന്നിൻ്റെ പാലറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചതിൽ നിന്ന് ഒരു മീഡിയം ആയിട്ടുള്ള കളറ് ഞാനിവിടെ ഒന്നും കൂടെ സ്ക്രീനിൽ ഹോൾഡ് ചെയ്ത് അവിടുന്ന് ആ കളറ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കളറാണ് നമ്മൾ സ്കിന്നിന് വേണ്ടി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഞാൻ നമ്മുടെ ബേസ് ഇമേജ് ഉള്ള ലെയറിൻ്റെ തൊട്ട് മേലെയായിട്ട് പുതിയൊരു ലെയർ ആഡ് ചെയ്യുന്നു. ഓക്കെ, ആ ലെയർ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും നമ്മൾ ബേസ് കളർ നമ്മൾ സ്കെച്ചുള്ള ലെയറിൽ ഒരിക്കലും നമ്മൾ വരയ്ക്കരുത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വരയ്ക്കാൻ പാടുള്ളൂ. എപ്പോഴും എല്ലാവരും സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സ്കെച്ചുള്ള ലെയറിൽ വരച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വരും, നമ്മുടെ സ്കെച്ച് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ സ്കെച്ചുള്ള ലെയർ അല്ലെങ്കിൽ സ്കെച്ചിൻ്റെ മേലെ ഒരു ലെയറിൽ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കെച്ച് കാണില്ല. എപ്പോഴും നമ്മൾ സ്കെച്ച് എടുത്ത ലെയറിൻ്റെ താഴെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് ആ ലെയറിൽ വേണം നമ്മൾ കളർ കൊടുക്കാൻ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മുടെ സ്കെച്ച് കാണാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ആ ലെയർ നമ്മൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ബേസ് ഇമേജ് ഉള്ള ലെയറിൽ സ്കെച്ചും എടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണുക. അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ലെയർ സെലക്ട് ചെയ്യണം. ആ ലെയറിലായിരിക്കണം നമ്മൾ ബേസ് കളർ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബേസ് കളർ കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർഡായിട്ടുള്ളൊരു ബ്രഷ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ആ ബ്രഷ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ഫെൽ ടിപ്പ് ആൻഡ് ഹാർഡ് എന്ന് പറയുന്ന ബ്രഷ് തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബേസ് കളർ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബേസ് കളർ കൊടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് റഫായിട്ട് കൊടുത്താൽ മതി, കറക്റ്റായിട്ടൊന്നും കൊടുക്കരുത്. നമ്മൾ ആ ഹെയറിൻ്റെ ഒക്കെ മേലെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കളർ നമ്മൾ ഈ രീതിയിൽ കൊടുക്കുക. മീശയുടെ താടീൻ്റെ കണ്ണിൻ്റെ ഒന്നും കുഴപ്പമില്ല, നമ്മൾ മൊത്തം ടോട്ടലായിട്ട് ജസ്റ്റ് അങ്ങ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്കിന്നിൻ്റെ ബേസ് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെവി വരുന്ന ഭാഗങ്ങളും കഴുത്തിൻ്റെ ആ ഭാഗങ്ങളും മാത്രമേ ഞാനൊന്ന് കറക്റ്റായിട്ടൊന്ന് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം റഫായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ ബേസ് കളർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഹെയറിൻ്റെ ബേസ് കളർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി സ്കിന്നിൻ്റെ ബേസ് കളർ ചെയ്ത ലെയറിൻ്റെ തൊട്ട് മേലെ ഒരു ലെയർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലെയറിലാണ് നമ്മൾ ഹെയറിൻ്റെ ബേസ് കളർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹെയറിൻ്റെ ബേസ് കളർ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഒരു പാലറ്റ് അല്ലെങ്കിൽ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കളർ ജസ്റ്റ് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഹെയറിൻ്റെ ബേസ് കളർ കൊടുക്കുന്നത് ഞാൻ വേറൊരു ബ്രഷ് വെച്ചിട്ടാണ്, പെൻ ഫെയ്ഡ് എന്ന് പറയുന്ന ബ്രഷ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ എൻഡൊക്കെ ഇങ്ങനെ ഒരു ഫെയ്ഡ് പോലെ വരുന്ന ഒരു എൻഡുള്ള ബ്രഷാണ്. അതുകൊണ്ട് ഹെയറൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രഷാണ് ഹെയറിൻ്റെ ബേസ് കളർ കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ആ ബ്രഷ് സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ബേസ് കളർ ഈ രീതിയിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഹെയറിൻ്റെ ബേസ് കളർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോസ്ഫൈഡ് ഓണാക്കാം. ഫോസ്ഫൈഡ് ഓണാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഫോസ്ഫൈഡ് എന്തിനാണ് ഓണാക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹെയറിൻ്റെ ബേസ് കളർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഹെയറിൻ്റെ മൊത്തം, അതായത് ഹെയറും താടിയും മീശയും പിരുകവും എല്ലാം നമ്മൾ ഈ ബ്രഷ് വെച്ച് തന്നെ നമ്മൾ ബേസ് കളർ കൊടുക്കുന്നു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം വേറെ വേറെ ലെയറുകളിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ സ്കിന്നുള്ള ലെയറിൻ്റെ തൊട്ട് മേലെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് ആ ലെയറിൽ വേണം നമ്മൾ ഹെയറിൻ്റെ ബേസ് കളർ ചെയ്യാൻ.
ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഹെയറിൻ്റെ ബേസ് കളറും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്കിന്നിൻ്റെ ബേസ് കളറും ചെയ്ത് കഴിഞ്ഞു, അതേപോലെ തന്നെ ഹെയറിൻ്റെ ബേസ് കളറും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ പുതിയൊരു ലെയർ, അതായത് നമ്മുടെ സ്കിന്ന് വരച്ച ലെയറിൻ്റെ തൊട്ട് മേലെ ഒരു പുതിയ ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ലെയറിൽ നമ്മളെ ഡ്രസ്സിൻ്റെ ബേസ് കളർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഡ്രസ്സിൻ്റെ ബേസ് കളർ കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ പാലറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ബേസ് കളറായിട്ട് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ബ്ലൂ കളർ തന്നെയാണ്. ഇപ്പോൾ കൂടുതലും ബ്ലൂ ആയതുകൊണ്ട് ഞാൻ ബ്ലൂ കളർ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വരയ്ക്കുമ്പോൾ ഞാനൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിവിടെ സ്കിന്നിൻ്റെ ബേസ് കളർ കൊടുത്തപ്പോൾ നെക്കിൻ്റെ ഭാഗങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് ആ ഔട്ട്ലൈന് കറക്റ്റായിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരച്ചതുകൊണ്ട് തന്നെ ഇനി വീണ്ടും നമ്മൾ ഡ്രസ്സിൻ്റെ ബേസ് കളർ കൊടുക്കുമ്പോൾ അതിൻ്റെ പൊക്കത്തൂടെയാണ് വരുന്നത്. പൊക്കത്തൂടെ വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ വീണ്ടും അതിൻ്റെ മണ്ടയിൽ കൂടെ വരുന്നു. അപ്പോൾ പിന്നെ നമുക്കത് കറക്റ്റാക്കി വരയ്ക്കാൻ മായ്ച്ച് കളയേണ്ടാക്കി വരുന്ന അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലെയർ ഒന്ന് താഴേക്ക് ആക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ രീതിയിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അതായത് ഡ്രസ്സ് ആ സ്കിന്നിൻ്റെ അടിയിലേക്ക് വരുന്ന പോലെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ മേലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ലെയറും സ്കിന്നിൻ്റെ മേലെയാക്കി വരയ്ക്കുന്നതാണ് നല്ലത്. കാരണം പിന്നീട് നമുക്ക് ഷാഡോസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഉപകാരപ്പെടും. അപ്പം നമ്മൾ ഈ മെത്തേഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, അതിന് പകരം വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഇത് ഞാനൊന്ന് അടിച്ച് കളയുകയാണ്. അപ്പോൾ വേറെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നേരത്തെ പോലെ തന്നെ ഈ ലെയർ സ്കിന്നിൻ്റെ മേലേക്ക് ഞാൻ ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. പക്ഷേ ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ അത് മായ്ച്ച് കറക്റ്റാക്കി ചെയ്യേണ്ടി വരും, അതിപ്പോൾ പണിയാണ്. അപ്പോൾ അതിന് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മാജിക് വാൻഡ് എന്ന് പറയുന്ന ഒരു ടൂള് നിങ്ങൾക്ക് കാണാം. ആ ടൂള് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. മാജിക് വാൻഡ് എന്ന് പറഞ്ഞ ടൂള് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ആ സ്കിന്നിൻ്റെ ആ ഭാഗത്ത് ആ കളർ ഇപ്പോൾ വരുന്നുണ്ട്, സ്കിന്നിൻ്റെ ആ കളറ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നെക്ക് അവിടെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കുക എല്ലാ കാര്യങ്ങളും സെലക്ട് ആയെന്ന്. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കഴുത്തിൻ്റെ ഭാഗം ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ടൊരു സ്ക്വയർ പോലത്തെ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഞെക്കിയതിന് ശേഷം ഇൻവേർട്ട് സെലക്ഷൻ ഏരിയ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണാം. ആ ഓപ്ഷൻ നിങ്ങൾ ഒന്ന് ഞെക്കുക. ഓക്കെ, അപ്പം ഞെക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ലെയറിൽ പോയി നോക്കിയാൽ സെലക്ഷൻ ലെയർ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ആ ക്യാൻവാസിൽ ആ ഒരു ബ്ലൂ കളർ കാണിക്കുന്ന ഭാഗങ്ങൾ മൊത്തം സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആ കഴുത്ത് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും സെലക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സെലക്ഷനിലുള്ള ഭാഗങ്ങളിൽ മാത്രമേ നമ്മൾ വരയ്ക്കുന്ന കാര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ നമ്മളിനി കഴുത്തിൽ എന്ത് വരച്ചാലും അത് കഴുത്തിൽ വരികയില്ല. കാരണം കാണിച്ചു തരാം, ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബ്രഷ് സെലക്ട് ചെയ്യുന്നു, നമ്മുടെ ഫെൽ ടിപ്പൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴുത്തിലൊന്ന് വരച്ച് നോക്കുകയാണ്. കഴുത്തിൽ വരച്ചിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ കഴുത്തിൻ്റെ പുറത്തേക്ക് വരയ്ക്കുമ്പോൾ ആ ബാക്കി ഭാഗങ്ങൾ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടിപ്പ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കളർ ചെയ്യുമ്പോൾ വേറൊരു കാര്യം നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആ കാര്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇൻവേർട്ട് സെലക്ഷൻ ഏരിയ കൊടുക്കുക. അതിനുശേഷം ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ ഈ രീതിയിൽ കളർ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ഒഴിവാക്കി ബാക്കി ഭാഗങ്ങൾ മൊത്തം ഒന്ന് കളർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഒന്ന് അടിപൊളിയായിട്ട് ഈ രീതിയിലൊന്ന് ബേസ് കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഡ്രസ്സിൻ്റെയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഹാർഡായിട്ടുള്ള ബ്രഷ് സെലക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഡ്രസ്സിൻ്റെ ബേസ് കളറും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇതിന് ശേഷം നമ്മുടെ ആ സെലക്ഷൻ കളയാൻ വേണ്ടി റിമൂവ് സെലക്ഷൻ ഏരിയ നമ്മൾ കൊടുക്കുന്നു. നേരത്തെ സ്ക്വയറിൻ്റെ ആ ഓപ്ഷനിൽ പോയിട്ട് റിമൂവ് സെലക്ഷൻ ഏരിയ കൊടുക്കുന്നു. ഇനി നമുക്ക് ലിപ്സിന് നമ്മൾ ബേസ് കളർ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും സ്കിന്നിൻ്റെ മേലെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലെയറിലാണ് നമ്മൾ ലിപ്സിൻ്റെ ബേസ് കളറും കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഡാർക്കായിട്ടുള്ള കളർ ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം ഡാർക്കായിട്ടുള്ള കളർ നമ്മൾ അപ്പർ ലിപ്സിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലിപ്സിന് ബേസ് കളർ കൊടുക്കാനും ഞാൻ പെൻ ഫെയ്ഡ് എന്ന് പറയുന്ന ബ്രഷ് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ആ ബ്രഷ് ഉപയോഗിച്ചതിന് ശേഷം അപ്പർ ലിപ്സിന് ഈ ഡാർക്കായിട്ടുള്ള കളറ് ബേസ് കളറായിട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ ബാക്കി മീഡിയം ആയിട്ടുള്ള കളറ് നമ്മുടെ താഴത്തെ ലിപ്സിനും ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ലിപ്സിൻ്റെ ബേസ് കളറും അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ണിൻ്റെ പാലറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ കണ്ണിനും കൂടെ നമുക്ക് പാലറ്റ്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ബിഗിനേഴ്സൊക്കെ പ്രത്യേകിച്ച് എല്ലാം തന്നെ മിക്ക കാര്യങ്ങളും തന്നെ നിങ്ങൾ പാലറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കണ്ണിൻ്റെ പാലറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ വരച്ച് വെച്ചിരിക്കുന്ന ലെയറുകളെല്ലാം ഹൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഇമേജ് ലെയർ അൺഹൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ സ്കെച്ചുള്ള ലെയർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ ആ വൈറ്റായിട്ട് വരുന്ന ഭാഗങ്ങൾ, ആ ഭാഗത്തു നിന്ന് ഒരു കളർ ഞാൻ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഫെൽ ടിപ്പ് പെൻ സെലക്ട് ചെയ്യുന്നു. സൈസ് ഒന്ന് കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ക്യാൻവാസിൻ്റെ മേലെ ഒന്ന് ടാപ്പ് ചെയ്ത് അവിടെ പാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലത്തെ കളർ നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ എൻ്റെ എല്ലാ ലെയേഴ്സും അൺഹൈഡ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് കണ്ണിൻ്റെ ഇത് കൊടുക്കാൻ നിങ്ങൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലെയറിൽ ചെയ്താലും മതി. ഇപ്പം ഞാനിവിടെ ലിപ്പ് നമ്മൾ ബേസ് കളർ കൊടുത്ത് ആ ലെയറിൽ തന്നെയാണ് ഐക്ക് ബേസ് കളർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ കളർ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് നേരത്തെ എല്ലാം ചെയ്ത പോലെ തന്നെ ആ കണ്ണിൻ്റെ ആ ഭാഗത്തും ഈ ഫെൽ ടിപ്പ് പെൻ വെച്ച് തന്നെ നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു കണ്ണ് വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത കണ്ണും വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ മാക്സിമം ലെയേഴ്സ് കുറച്ച് വരയ്ക്കാൻ നോക്കുക. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയർ കൂടുന്നതനുസരിച്ച് സ്റ്റക്ക് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കണ്ണിൻ്റെ വൈറ്റ് ഭാഗങ്ങൾ നമ്മൾ ബേസ് കളർ കൊടുത്തു കഴിഞ്ഞു. ഇനി അതിന് കൃഷ്ണമണിക്ക് ബേസ് കളർ കൊടുക്കാൻ വേണ്ടി അതിൻ്റെ തൊട്ട് മേലത്തെ ലെയർ നമ്മൾ സെലക്ട് ചെയ്ത് ബ്ലാക്ക് കളർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കൃഷ്ണമണിക്ക് നമ്മൾ ബേസ് കളർ കൊടുക്കുന്നു. അപ്പം ഞാൻ കണ്ണിൻ്റെ വൈറ്റ് ഭാഗങ്ങൾ വരച്ചത് ലിപ്പുള്ള ലെയറിലാണ്. കണ്ണിൻ്റെ ഇപ്പോൾ ഞാൻ കൃഷ്ണമണീൻ്റെ ബേസ് കളർ കൊടുക്കുന്നത് ഡ്രസ്സുള്ള ആ ലെയറിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ലെയേഴ്സ് മാക്സിമം കുറച്ച് ചെയ്തിട്ട് നമ്മൾ കളേഴ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ബേസ് കളറിങ് എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ ബേസ് കളറിങ് എങ്ങനെ കൊടുക്കുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 2-3 ടിപ്പുകളൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ 3rd സീരീസ് ഉടൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.